യെസ്, ഹരിതവരി സീക്വൻസിലെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആൻഡ് പവർഫുൾ ക്വസ്റ്റ്യൻ. നേരെ നോക്കിയിരുന്നോളൂ. വെരി 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 ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്. റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. നേരെ നോക്കിയിരുന്നോളൂ. ഇത് ഇക്വേഷൻ വെച്ചിട്ട് ചെയ്യാൻ പോവരുത്. ഞാൻ ചെയ്യുന്നത് നേരെ നോക്കിയിരുന്നോളൂ. ആദ്യം ഞാൻ ചെയ്യുന്നത് നേരെ മനസ്സിലാക്കുക. 6th ടേം 31 തന്നിട്ടുണ്ട്. നേരെ നോക്കിക്കോട്ടോ. 6th ടേം 31 തന്നിട്ടുണ്ട്. ക്ലിയർ ആണോ? അടുത്തത് 11th ടേം എത്ര തന്നിട്ടുണ്ട്? 44 തന്നിട്ടുണ്ട്. ക്ലിയർ അല്ലേ? ഇനി എക്സാമിന് ചോദിച്ചത് ഏത് ടേമാണ്? ഫസ്റ്റ് ടേം. കണ്ടോ, ഫസ്റ്റ് ടേം അവിടെ വരിക. ഫസ്റ്റ് ടേം ഇതാണ് ചോദിച്ചത്. നിങ്ങൾ നോക്കി നിങ്ങൾക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഈ 11 എന്ത് ചെയ്തപ്പോഴാണ് 6 ആയത്? 6 എത്ര മൈനസ് ചെയ്തു? 5 മൈനസ് ചെയ്തു അല്ലേ? ഇവിടെയും 5 മൈനസ് ചെയ്ത സാധനമാണ് ചോദിച്ചത്. സോ 44 31 ആയി. 31 ഇനി എന്താവുന്ന എഴുതി വെച്ചാൽ മതി. സിമ്പിൾ. ഒന്നുകൂടി പറയാം. ഇത് കറക്റ്റ് ഓർഡറിലാണ് ക്വസ്റ്റ്യൻ ചോദിച്ചതെങ്കിൽ എന്റെ പൊന്നു മക്കളെ, നിങ്ങൾ TD/PD ചെയ്യാൻ പോവരുത്. നിങ്ങൾ ചെയ്യേണ്ട ഫോർമാറ്റ് ഞാൻ പറഞ്ഞുതരാം. ഇവിടെ ക്വസ്റ്റ്യൻ ചോദിച്ചത് 11th 6th തന്നു. ഇത് രണ്ടുമാണ് തന്നത് അല്ലേ? ഈ 11th എത്ര എണ്ണം മൈനസ് ചെയ്താണ്? 6th 5 അല്ലേ? ഇവിടുന്ന് 5 എണ്ണം മൈനസ് ചെയ്താണ് ക്വസ്റ്റ്യൻ ചോദിക്കണമെങ്കിൽ 44 31 തമ്മിലുള്ള ഡിഫറൻസ് എത്രയാണ് നോക്കിയാൽ മതി. 44 31 തമ്മിലുള്ള ഡിഫറൻസ് എത്രയാണ് പറയണം? 13 അല്ലേ? ജസ്റ്റ് ഞാൻ പറഞ്ഞുതരാം. 44 മൈനസ് 31 എത്രയാണ് ഒന്ന് പറഞ്ഞ? 13. ആ 13 ഇങ്ങോട്ട് മൈനസ് ചെയ്താ പോരെ. കണ്ടോ, 44 13 മൈനസ് ചെയ്തു. റെഡിയല്ലേ? ഇനി ഇവിടുത്തെ കിട്ടാൻ വീണ്ടും ഒരു 13 മൈനസ് ചെയ്താ പോരെ. 31 വേഗം 13 മൈനസ് ചെയ്ത് നോക്കൂ. നിങ്ങൾക്ക് ആൻസർ ആവും. 31 13 മൈനസ് ചെയ്ത എത്രയാണ്? 18. ഇത്രയും സിമ്പിൾ ആയ ക്വസ്റ്റ്യൻ ആയിരുന്നു. സോ എ ക്വസ്റ്റ്യന്റെ ആൻസർ നമുക്ക് കിട്ടും 18. എത്ര? 18. അങ്ങനെയാണെങ്കിൽ ഇനി അവിടെ ഒരു ക്വസ്റ്റ്യൻ കൂടി ഉണ്ട്. നിങ്ങളൊന്ന് ലോജിക് യൂസ് ചെയ്ത് പറഞ്ഞ ഇവിടെ 16th ടേം എങ്ങനെ കാണുക? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. 16th ടേം എങ്ങനെ കാണുക? ആലോചിച്ച് നോക്കൂ. അതാ 1 6 ആയി, 5 കൂടി. 6 11 ആയി, വീണ്ടും 5 കൂടി. 11 16 ആയി, വീണ്ടും 5 കൂടി. 44ന്റെ കൂടെ എന്ത് കൂട്ടണം? 13 ആഡ് ചെയ്താൽ ഇവിടെയും ആൻസർ ആയി. വാട്ട് ഈസ് ആൻസർ? എത്ര? 57 അല്ലെ? ആണോ? 44ന്റെ കൂടെ എത്ര ആഡ് ചെയ്യുന്നത്? 30. ആൻസർ എത്ര? 57. സോ ഫസ്റ്റ് ക്വസ്റ്റ്യന്റെ ആൻസർ നമുക്കായി. ഏതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യന്റെ ആൻസർ? എന്തായിരുന്നു? 18. സെക്കൻഡ് ക്വസ്റ്റ്യന്റെ ആൻസർ എന്തായിരുന്നു? 57. ക്ലിയർ ആണോ? ലോജിക്കാണ്. ഇത് TD/PD ചെയ്യാൻ പോയാൽ എന്താ സംഭവിക്കുക? ഫ്രാക്ഷൻ ഒക്കെ വന്നിട്ട് ആകെ കൊളാവും. സോ ആദ്യമായിട്ട് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കിട്ടിയാൽ ഇതിലെന്തെങ്കിലും ലോജിക് ഉണ്ടോ എന്നാണ് നിങ്ങൾ നോക്കേണ്ടത്. ആദ്യം തന്നെ പോയിട്ട് TD/PD ചെയ്യരുത്. ലോജിക് ഉണ്ടോ നോക്കണം. ക്ലിയർ ആണോ? യെസ്. ഇനി സി ക്വസ്റ്റ്യൻ ഞാൻ ഓൾറെഡി നിങ്ങൾക്ക് ചെയ്ത് തന്നതാണ്. സി ക്വസ്റ്റ്യൻ കഴിഞ്ഞ ക്ലാസ് കുറച്ച് മുമ്പ് ഞാൻ ചെയ്തു തന്നിട്ടുണ്ട്. സി ക്വസ്റ്റ്യൻ ഞാൻ നിങ്ങൾക്ക് ചെയ്തു തന്നതാണ്. എന്താണ് അവിടുത്തെ ലോജിക് എന്ന് നോക്കൂ. എന്താണ് ലോജിക്? 26 ടേംസിന്റെ സമ്മ് കാണണം. എന്താണ് നിങ്ങൾ യൂസ് ചെയ്യുക? n/2 ഇൻറ്റു ഫസ്റ്റ് ടേം പ്ലസ് ലാസ്റ്റ് ടേം. എന്തുകൊണ്ട് മറ്റേ ഇക്വേഷൻ യൂസ് ചെയ്തില്ല? കോമൺ ഡിഫറൻസും ഫസ്റ്റ് ടേം ഒന്നും തന്നിട്ടില്ല. റെഡിയല്ലേ? സോ ഇത് മാലയിലേക്കാണ് കണക്ട് ചെയ്യേണ്ടത്. ഞാൻ പറഞ്ഞിരുന്നു ഇത് മാലയിലേക്കാണ് കണക്ട് ചെയ്യേണ്ടത്. 26 ടേംസിന്റെ സമ്മ് എന്ന് പറഞ്ഞാൽ എന്നിന്റെ അവിടെ എന്ത് കൊടുക്കണം? 26 ടേംസിന്റെ സമ്മ് എന്ന് പറഞ്ഞാൽ എന്നിന്റെ അവിടെ എന്ത് കൊടുക്കണം?
26 S26 ഒന്ന് പറഞ്ഞ 26/2 13 ഫസ്റ്റ് ടേം x1 ഏക്കാരം ലാസ്റ്റ് ടേം ഏതേക്കാരം 26 ടേം ഉണ്ടെങ്കിൽ ലാസ്റ്റ് ടേം ഏതായിരിക്കും x26 ഇപ്പൊ നമ്മൾ ചെയ്തിരുന്നു ഇതൊരു മാലയാണ് ഇതേ മാല വരുന്ന ആരെങ്കിലും ക്വസ്റ്റ്യനിൽ ഉണ്ടോ നോക്കൂ 27 സമ്മ് എങ്ങനെങ്കിലും 27 സമ്മ് കിട്ടുന്നത് ഉണ്ടോ 27 സമ്മ് കിട്ടുന്നത് ആരെങ്കിലും ഉണ്ടോന്ന് സൈഡിലൊന്ന് പോയി നോക്കൂ കിട്ടുണ്ടോ 11ഉം 16ഉം ചെയ്ത 27 കിട്ടൂലേ ഏതൊക്കെ ആഡ് ചെയ്താല് x11ഉം x16ഉം ആഡ് ചെയ്താൽ 44 57 ആഡ് ചെയ്താൽ എത്ര നോക്ക് 44 57 ആഡ് ചെയ്താൽ എത്രയാണ് ചെയ്യാം എത്ര 100 എത്രയാണ് 101 ആണോ ഉറപ്പാണോ അല്ലെ ഒന്ന് നോക്കണം 44 + 57 എത്രയാണ് ചെയ്ത് നോക്കൂ 44 57 ആഡ് ചെയ്താൽ എത്രയാണ് വേഗം ചെയ്ത് നോക്കൂ 101 അല്ലെ ഇതൊരു മാലയാണ് ഈ മാലയും 27 ആണ് സോ ഇതിന്റെ പകരം എന്ത് എഴുതി വെക്കാം ഇതിന്റെ പകരം ഈ 101 എഴുതി വെക്കാൻ പറ്റൂലേ എന്തുകൊണ്ടാണ് 101 എഴുതി വെച്ചത് ഇപ്പൊ ഇവിടെ തന്നിട്ടുണ്ട് x1ഉം x26ഉം ഒരു മാലയാണ് ഇതും 27 ആണ് ഇതിന്റെ ആൻസറുകൾ സെയിം ആവൂലേ അല്ലേ നമ്മൾ നേരത്തെ ക്വസ്റ്റ്യനിൽ ചെയ്തില്ലേ മക്കളെ മനസ്സിലായോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഏത് നമ്പറാണ് എഴുതേണ്ടത് 101 ആണ് എഴുതേണ്ടത് വേഗം ചെയ്ത് നോക്കൂ ആൻസർ 101ഉം 13ഉം ആഡ് ചെയ്ത് നോക്കി ആൻസർ എത്ര കിട്ടുന്നത് നോക്ക് എത്ര കിട്ടുന്നത് 1313 ഇത് ക്ലിയർ ആയിട്ടുണ്ടോ ലോജിക് എന്ന് പറഞ്ഞാൽ ഫുൾ ലോജിക്കാണ് ക്വസ്റ്റ്യൻ അല്ലേ ബൈഹാർട്ട് ഉണ്ടതില് ബൈഹാർട്ട് ഇല്ല ഫുൾ ലോജിക്കാണ് നേരെ ഒന്നുകൂടി പറയണോ സിമ്പിൾ ആണ് ഒന്നുകൂടി പറയാം വേണമെങ്കിൽ ഒന്നുകൂടി പറയാം ഇത്രേ ഉള്ളൂ മക്കളെ ഇത്രേ ഉള്ളൂ സിമ്പിൾ എന്ന് പറഞ്ഞാൽ വെരി സിമ്പിൾ ആണ് ക്വസ്റ്റ്യനിൽ ഇവിടെ 16th ടേമും 11th ടേമും തന്നിട്ടുണ്ട് അല്ലേ തന്നിട്ടില്ലേ അപ്പൊ ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാല് ഇതിന് നേരെ ബാക്കിലുള്ള ടേം കാണുക കറക്റ്റ് ഓർഡറിൽ അത് വരുന്നത് x1 x6 x11 x16 ഇവിടെ 31 44 തന്നിട്ടുണ്ട് ബാക്കിലുള്ള ടേം കാണാൻ 13 മൈനസ് ചെയ്യുക മുന്നിലുള്ള ടേം കാണാൻ 13 ആഡ് ചെയ്യുക സിമ്പിൾ ഇനി 26 ടേംസിന്റെ സംഭവം പറഞ്ഞ ഫസ്റ്റ് ടേം x1 ലാസ്റ്റ് ടേം ഏതാ 26 ഇവിടെ മാലുള്ള 27 കിട്ടുന്ന ഏതെങ്കിലും ഇതിന്റെ ഉള്ളിലുണ്ടോ നോക്കുക 27 കിട്ടുന്ന ഏതെങ്കിലും ഉണ്ടോ 11ഉം 16ഉം ആഡ് ചെയ്ത 27 കിട്ടും ഇതെങ്ങനെ ഈ 101 കിട്ടിയത് എങ്ങനെ കിട്ടിയത് S11 എന്ന് പറഞ്ഞാൽ 44 ആണ് x16 എന്ന് പറഞ്ഞാൽ 57 ആണ് രണ്ടും ആഡ് ചെയ്യാം അതേ പേരന്റല്ലേ ഇതും അല്ലേടാ സോ ഇതും സെയിം ആൻസർ ആവും ഇത് രണ്ടും മൾട്ടിപ്പിൾ ചെയ്താൽ നിങ്ങൾക്ക് ആൻസർ കിട്ടും ഈ ക്വസ്റ്റ്യൻ വെരി 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 ഇമ്പോർട്ടന്റ് ആണ് ചെയ്തു നോക്കൂ